أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. السلام عليكم ورحمة الله وبركاته. നൂറുൽ ഖുർആൻ അക്കാദമി സംഘടിപ്പിക്കുന്ന ഇന്നത്തെ തസ്കിയ മജ്ലിസിലേക്ക് എല്ലാ പ്രിയ സഹോദരിമാർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ള ഹസ്ന മാമിനെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മനുഷ്യ മനസ്സ് അതെപ്പോഴും മാറി മറയുന്ന ഒന്നാണല്ലേ. അതിനെപ്പോഴും ഓർമ്മപ്പെടുത്തലുകള് അനിവാര്യമാണ്. മനുഷ്യ മനസ്സ് എന്നത് ചില ഘട്ടങ്ങളിൽ മോശമായ കാര്യങ്ങളിലേക്കും ചില അവസ്ഥകളിൽ നന്മയിലേക്കും ചായുന്നവയാണ്. അപ്പൊ അതിനെപ്പോഴും അനിവാര്യമായ ഒന്നാണ് തസ്കിയ. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് തസ്കിയ, തസ്കിയ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് അർത്ഥമാക്കുന്നത്, അതിനെങ്ങനെയാണ് കാണേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് വിഷയാവതരണത്തിന് വേണ്ടി ഹസ്ന മാമിനെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ജസാക്കില്ല ഖൈർ ആയിഷ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله وأرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. مفتاح നൂറുൽ ഖുർആൻ അക്കാഡമിയുടെ തസ്കിയ ക്ലാസ്സിലെ പ്രിയ സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ സൃഷ്ടാവ്, നമ്മുടെ പരിപാലകൻ, നമ്മളുടെ എല്ലാം വളരെ സൂക്ഷ്മമായി കാണുന്നവനും കേൾക്കുന്നവനും നമ്മളുടെ മുജീബും നമ്മൾക്ക് ഏറ്റവും ഖരീബുമായിട്ടുള്ള നമ്മുടെ റബ്ബിൽ നിന്നുള്ള സലാമും റഹ്മത്തും ബർക്കത്തും നിങ്ങൾക്ക് ഏവർക്കും മേൽ ഉണ്ടാകട്ടെ എന്ന് ആദ്യം തന്നെ ദുആ ചെയ്യുന്നു. റബ്ബ് നമ്മളുടെ ഈ ഒരിടത്തം സ്വാലിഹായ അമലായി സ്വീകരിക്കുകയും നമ്മളുടെ ജീവിതത്തിൽ തസ്കിയത്തിന്റെ ഒരു സ്ഥാനം, ഒരു ആവശ്യകത അത് നിർണയിക്കാൻ റബ്ബ് നമ്മളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ ഒരു ക്ലാസ് തസ്കിയ എന്ന് പറയാൻ നേരത്ത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിഷയമാണ്. അതിനെപ്പറ്റി ഒരു ക്ലാസ് എടുക്കാനൊന്നും ഒരിക്കലും ഞാൻ ആളല്ല. ബട്ട് നമ്മളുടെ ഈ ഒരു സെഷൻ ഇത് റിമൈൻഡർ ആയിട്ടുള്ള സെഷനാണ്. നമ്മൾ മുസ്ലിങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ തവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ് സബ്ർ, പരസ്പരം സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും ഉപദേശിക്കുന്നവരാണ്, ഉപദേശം കൊടുക്കുന്നവരാണ് എന്ന് നമ്മൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കാര്യം നമ്മൾ പരസ്പരം ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ ഇൻഷാ അല്ലാഹു തആല നമ്മൾക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ, ഒരു സെഷനിലേക്ക് കടക്കാം. വളരെ ക്രിസ്പായിട്ടുള്ളതാണ്, വളരെ ചെറുതാണ്. പക്ഷേ നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ് വിട്ടു പോകുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഒരു 30 ദിവസം അല്ലെങ്കിൽ ഒരു 40 ദിവസത്തേക്ക് നമ്മളുടെ തസ്കിയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ വരുത്തുവാൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങളാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹു തആല ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും
അള്ളാഹുവിൻ്റെ കണക്കെടുപ്പിന് വേണ്ടി നിൽക്കുമ്പോഴൊക്കെ ഈ ഒരു സ്വയം വിചാരണയും ഈ ഒരു ആത്മപരിശുദ്ധിക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന ഈ പ്രയത്നങ്ങളും നമ്മളുടെ സഅയുമൊക്കെ അള്ളാഹു തൃപ്തിപ്പെട്ടതാകുമാറാകട്ടെ. ആമീൻ. എന്താണ് സഹോദരിമാരെ തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പലപ്പോഴും നമ്മളുടെ ഈ ക്ലാസിന്റെ സെഷന്റെ പേര് തന്നെ തസ്കിയ സെഷൻ ആണെന്നാണ് അല്ലെ? എന്താണ് ഈ തസ്കിയത്ത്? എന്താണ് നമ്മൾ തസ്കിയത്തിനെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ളത്? ഈ തസ്കിയത്ത് നിങ്ങൾ ചാറ്റ് ബോക്സിൽ ആൻസർ എഴുതിക്കോളൂ കേട്ടോ. ഈ തസ്കിയത്ത് എന്ന് പറഞ്ഞാല് നമ്മൾ മറ്റുള്ളവരിൽ ആഗ്രഹിക്കുന്ന കാര്യമാണോ, അല്ലെങ്കിൽ നമ്മൾ നമ്മളിൽ തന്നെ സ്വയം ചെയ്യേണ്ട കാര്യമാണോ? ഇസ്ലാമിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള, അതായത് ഏറ്റവും നമ്മൾ നേടേണ്ട ഒരു എയിം, ഒരു ഗോള്, നമ്മളുടെ അത് തസ്കിയത്താണോ? എന്താണ്? പ്യൂരിഫിക്കേഷൻ ആണ്. യെസ്, പ്യൂരിഫിക്കേഷൻ ആണ്. മനസ്സിനെ പരിശുദ്ധമാക്കലാണ്. ഓക്കെ, പ്യൂരിഫിക്കേഷൻ. നമ്മൾ ചാറ്റ് ബോക്സിലുള്ള റിപ്ലൈസ് വായിക്കുകയാണ്. പ്യൂരിഫിക്കേഷൻ, പ്യൂരിഫൈ ആർസെൽസ്, നമ്മളെ സ്വന്തം യെസ്, നഫ്സിനെ ശുദ്ധീകരണം. യെസ്, ഈ ആത്മശുദ്ധീകരണവും ഇസ്ലാമും തമ്മിലുള്ള ഒരു ബന്ധം എന്താണ് നമ്മൾ അതിൽ കാണുന്നത്? അല്ലെങ്കിൽ ഇപ്പൊ നമ്മളുടെ കുറെ നമ്മൾക്ക് എന്താ പറയാ ബാധ്യത ആക്കപ്പെട്ട കുറെ ഇബാദത്തുകൾ ഉണ്ടല്ലോ. ഇപ്പൊ നമസ്കാരമുണ്ട്, സക്കായുണ്ട്, നോമ്പുണ്ട്, ഹജ്ജ് ഉണ്ട്. അപ്പൊ ഇതും തസ്കിയത്തുമായിട്ടുള്ള ബന്ധം എന്താണ് നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട്? ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾക്ക് നമ്മൾ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ നെഫ്സിനെ, നമ്മളുടെ റൂഹിനെ, നമ്മളുടെ കൽബിനെ, നമ്മളുടെ ചിന്തയെ, നമ്മളുടെ പ്രവർത്തനങ്ങളെ, നമ്മളുടെ ശരീരത്തെ എല്ലാം ഈ പ്യൂരിറ്റി ആയിട്ട്, ശുദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇസ്ലാം അല്ലെ? നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പരിശുദ്ധി അല്ലെങ്കിൽ അല്ലെങ്കിൽ നജസിൽ നിന്ന് നീങ്ങി നിൽക്കുക എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾക്ക് കാണാൻ പറ്റും. റൈറ്റ്? ഇപ്പൊ നമ്മൾ ക്ലീൻ ഹാർട്ട്, നല്ല ഡ്രസ്സ്, ക്ലീൻ ആയിട്ടുള്ള ഡ്രസ്സ്, നമ്മൾ നമസ്കാരത്തിനോ അല്ലെങ്കിൽ ഖുർആൻ പാരായണത്തിനോ മുൻപ് എന്ത് ചെയ്യുക? വുദൂ എടുക്കുക. അതെന്താ ചെയ്യുക? നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള നജസ്സുകളെ ക്ലീൻ ചെയ്യുക. ത്വഹാർ അല്ലെങ്കിൽ തുഹൂറാവുക, മുത്തഹരീൻ. അപ്പൊ ഇതെല്ലാം ഇസ്ലാമുമായിട്ട്, നമ്മളുടെ ഇബാദത്തുകളായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയും. യെസ്, ഈ ഇബാദത്ത് കൊണ്ട് മനസ്സും ശരീരവും ശുദ്ധിയാക്കുക അല്ലെ? നമസ്കാരം, പ്രത്യേകിച്ച് നമസ്കാരം എന്ന് പറഞ്ഞാല് ശരീരത്തെയും മനസ്സിനെയും പരിശുദ്ധപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. സോ അൾട്ടിമേറ്റ്ലി ഇസ്ലാമിലെ എല്ലാ കാര്യവും നമ്മളെ പരിശുദ്ധപ്പെടുത്തുക എന്നുള്ളതാണ്. ഇനി ഈ ക്വസ്റ്റ്യൻ എന്തെന്ന് വെച്ചാൽ, എന്തിനാണ് നമ്മുടെ നഫ്സിനെ, അതായത് തസ്കിയത്തു നഫ്സ് എന്ന് പറഞ്ഞാൽ അതാണ് എല്ലാ ഇബാദത്തിന്റെയും അവസാന ഭാഗം. അതായത് നമ്മൾ നമസ്കാരത്തിലൂടെ എന്താണ് ചെയ്യേണ്ടത്? എന്തിലേക്കാണ് എത്തേണ്ടത്? നമ്മളുടെ നഫ്സിനെ ശുദ്ധീകരിക്കുക, നമ്മളുടെ പാപങ്ങളിൽ ഏറ്റുപറഞ്ഞ് അതിൽ നിന്ന് മോചനം നേടുക. നോമ്പ് വീണ്ടും പാപമോചനവും ശുദ്ധീകരണവുമാണ്. സക്കാത്ത് ഡെഫിനറ്റ്ലി നമ്മളുടെ വെൽത്ത്, നമ്മളുടെ സ്വത്തിൻ്റെ അതിൻ്റെ ശുദ്ധീകരണമാണ്. ഹജ്ജ് നമ്മളുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ ഒരിക്കൽ റബ്ബിൻ്റെ ഭവനത്തിൽ റബ്ബിൻ്റെ വിളി കേട്ട് അവൻ്റെ വിളിക്ക് ഉത്തരം നൽകി അവിടെ ചെന്ന് ചെയ്യേണ്ട ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. സുബ്ഹാനല്ലാഹ്. ഇനി നമ്മൾ ചോദിക്കേണ്ടത്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ തസ്കിയത്തു നഫ്സ് ചെയ്യേണ്ടത്? വൈ? എന്തിനാണ് നമ്മൾ നമ്മളുടെ നഫ്സിനെ ശുദ്ധീകരിക്കേണ്ടത്? അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ
നമ്മൾ അതിൻ്റെ ആ ഒരു അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കാൻ, എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കാൻ നമ്മളുടെ നഫ്സിനെ നമ്മൾ തസ്കിയത്ത് ചെയ്തെടുക്കേണ്ടത്? ഇതിൻ്റെ ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് വന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എവിടെ നിന്നാണ് നമ്മൾ വന്നിട്ടുള്ളത്? എന്തിൽ നിന്നാണ് ഈ ഒരു ശരീരത്തിന് ജീവൻ ലഭിച്ചത്? എന്തിൽ നിന്നാണ്? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം ثم رددناه أسفل سافلين. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഏറ്റവും ബെസ്റ്റ് ഫോമിലാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ റൂഹിൽ നിന്ന് ഊതിയാണ് ആദം അലൈഹിസ്സലാമെ സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മളുടെ എല്ലാവരുടെയും ശരീരത്തിൽ, നമ്മളുടെ ഈ ഒരു ജഡികമായ ഈ ഒരു ശരീരത്തിന് ജീവൻ നൽകുന്നത് എന്താണ്? ആ റൂഹിന്റെ പ്രസൻസ് ആണ്. ആ റൂഹ് ഉള്ളപ്പോൾ നമ്മളുടെ ശരീരത്തിന് ജീവനുണ്ട്. ആ റൂഹ് വിടുമ്പോൾ ഇതൊരു മയ്യത്തായി മാറും. റൈറ്റ്? അപ്പൊ ഈ റൂഹ് ഇതെവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? ഈ റൂഹ് അള്ളാഹുവിൽ നിന്നാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ സൃഷ്ടാവിൽ നിന്നാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ സൃഷ്ടാവ് അസ്സുബൂഹാണ്. എല്ലാ എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനാണ് നമ്മുടെ റബ്ബ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഏറ്റവും പരിശുദ്ധനായ റബ്ബിൽ നിന്ന് ആണ് നമ്മുടെ റൂഹ് വരുന്നത്. ഈ റൂഹുമായി നമ്മൾ ഈ ഒരു ദുനിയാവിൽ വരുന്നതോടുകൂടി നമ്മൾ ഈ ദുനിയാവിലെ ഇംപ്യൂരിറ്റിയിലേക്ക് പെട്ടുപോകും. നമ്മൾ ഏറ്റവും താഴ്ഭാഗത്തേക്ക് നമ്മൾ ചെന്ന് പതിക്കും. ഈ ദുനിയാവില് നമ്മൾക്ക് ചുറ്റുമുള്ളത് പല പ്രലോഭനങ്ങളാണ്. നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. ശൈത്താൻ നമ്മളെ വിടാതെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നു. നമ്മളുടെ നമസ്കാര സമയമാകുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ഖുശൂഅോടുകൂടിയുള്ള ഒരു നമസ്കാരം എന്താ പറയുക, അള്ളാഹുവിനെ സമർപ്പിക്കണം എന്നൊരു ഉദ്ദേശത്തോടുകൂടി നമ്മൾ വന്ന് നിൽക്കുമ്പോഴും നമ്മുടെ മനസ്സുകളിൽ പല കാര്യങ്ങൾ വരുന്നു. നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അപ്പോൾ നമ്മളുടെ മനസ്സിൽ ശൈത്താന്റെ വസ്വസ, നമ്മൾക്ക് ചുറ്റുമുള്ള ആൾക്കാർ അവര് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. നമ്മൾ പല കാര്യങ്ങളിൽ വളരെയധികം ബിസിയായി പോകുന്നു. സുബ്ഹാനല്ലാഹ്. വളരെയധികം ബിസിയായി പോകുന്നു. നമ്മള് കാണുന്നതും നമ്മൾ കേൾക്കുന്നതും നമ്മൾ അനുഭവിക്കുന്നതും നമ്മൾ ചെന്ന് എത്തപ്പെടുന്നതും നമ്മളുടെ സംസ്കാരങ്ങൾ, നമ്മളുടെ സംസാരങ്ങൾ, നമ്മൾ ചെന്നെത്തുന്ന സദസ്സുകൾ നമ്മളെ കൂടുതൽ നമ്മൾ അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് കാണാം. അപ്പൊ ഈ തസ്കിയ അവിടെയാണ് ഈ തസ്കിയത്തിന്റെ യഥാർത്ഥ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് നമ്മൾ എന്തായാലും നമ്മളുടെ റബ്ബിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്. ഒരാള് മരിച്ചു എന്ന് കേൾക്കാൻ നേരത്ത് നമ്മൾ എന്താ പറയുന്നത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തീർച്ചയായും നമ്മൾ അള്ളാഹുവിലുള്ളതാണ്. ലില്ലാഹ് വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിലേക്കാണ് നമ്മളുടെ മടക്കവും. അപ്പൊ ഈ മടങ്ങാൻ നേരത്ത് നമ്മൾ ഈ റബ്ബിൽ നിന്ന് നമ്മൾക്ക് തന്ന ഈ റൂഹ് നമ്മൾക്ക് റബ്ബിന് തിരിച്ചേൽപ്പിക്കേണ്ടതുണ്ട്. സോ ഈ തിരിച്ചേൽപ്പിക്കേണ്ടത് ഏതൊരവസ്ഥയിലായിരിക്കണം? നമ്മൾക്ക് എങ്ങനെയാണോ തന്നത് അതേ അവസ്ഥയിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിൽ. അപ്പൊ ചുരുങ്ങിയത് റബ്ബ് നമ്മളെ ഒരു റൂഹ്,
ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണോ ഈ റൂഹ് നമ്മൾക്ക് ഏൽപ്പിക്കപ്പെട്ട ഒരു അമാനത്താണ്, എങ്ങനെയാണോ ഈ ഒരു റൂഹിനെ എനിക്ക് തന്നിട്ടുള്ളത് അതേപോലെ നമ്മൾക്ക് ഈ റൂഹ് തിരിച്ചേൽപ്പിക്കപ്പെടും. നമ്മൾ തിരിച്ച് റബ്ബിനെ ഏൽപ്പിക്കണം. റബ്ബിലേക്ക് തിരിച്ച് അത്തല്ലാഹി ബി ഖൽബിൻ സലീം, വളരെ സലീമായിട്ടുള്ള സമാധാനമുള്ള ഒരു ഹൃദയത്തോടു കൂടി ആയിരിക്കണം നമ്മൾക്ക് നമ്മളുടെ രക്ഷിതാവിലേക്കുള്ള ഒരു മടക്കം. അപ്പൊ ഈ റൂഹ് ഇപ്പൊ നമ്മൾക്ക് ഫോർ എക്സാമ്പിൾ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും ഏൽപ്പിച്ചു, ഒരു അമാന, അത് വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ സേഫ് ആക്കി വെച്ചിട്ട് അവർ വന്ന് ചോദിക്കുമ്പോൾ ആ ടൈമിൽ നമ്മൾ ഇത് തിരിച്ചു കൊടുക്കണം. ഈ തിരിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു അമാനത്തിന് എന്തെങ്കിലും കേടുപാട് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് നമ്മളുടെ ക്രെഡിബിലിറ്റിക്ക് തെറ്റാണ് അല്ലെ. അത് ഒരു കാര്യം അവനെ ഏൽപ്പിച്ചിട്ട് എന്തൊരു മോശമായിട്ടാണ് അത് റിട്ടേൺ ചെയ്തിട്ടുള്ളത്. അതിന് കേടുപാട് പറ്റി, കുറച്ച് കാശ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, അതിൽ കുറച്ചധികം കുറച്ച് പൈസ അതിൽ കുറവുണ്ട്, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് സൂക്ഷിക്കാൻ പറഞ്ഞതാണ്, അതെ നോക്കിക്കേ സൂക്ഷ്മയില്ലാത്തത് കൊണ്ട് അതിൽ കുറച്ച് വെള്ളം വീണ്, അതിൽ കുറച്ച് ഇങ്കൊക്കെ സ്പ്രെഡായി, അല്ലെങ്കിൽ അതിൽ എലി കരണ്ടു, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും കേടുപാട് സംഭവിച്ചു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മളൊരു സൂക്ഷിക്കാൻ പെട്ട ഒരു വസ്തു തിരിച്ചേൽപ്പിക്കുക എന്നുള്ളത് അതൊരു മോശമായ കാര്യമാണ്, മോശപ്പെട്ട കാര്യമാണ്. അപ്പോൾ റബ്ബ് നമ്മളെ ഏൽപ്പിച്ച ആ ഒരു റൂഹിനെ വളരെ മലിനമായ ഒരവസ്ഥയിൽ, അല്ലെങ്കിൽ വളരെ ഷൂ എന്താ പറയാ വളരെ എന്താ പറയാ പോഷക ഗുണമൊക്കെ കെട്ട് വളരെ എന്താ പറയാ ക്ഷീണിതനായ ഒരു റൂഹിനെ, ഒരു 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 ഒട്ടും ഒരു പോഷകമൊന്നും കിട്ടാണ്ട് ക്ഷീണിതമായ ഒരു ICUലായ ഒരു റൂഹിനെ തിരിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പേടിക്കേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ്. അവിടെയാണ് നമ്മളുടെ തസ്കിയത്ത്. എന്താണ് തസ്കിയ? ഈ തസ്കിയാണ് നമ്മളുടെ ഈ ഒരു ദുനിയാവിലെ റിയാലിറ്റി. അതാണ് നമ്മളുടെ നമ്മളുടെ ഈ ഒരു ദുനിയാവിലെ നമ്മളുടെ ലക്ഷ്യം, ഈ ഒരു റൂഹിനെ തസ്കിയത്ത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മള് എങ്ങനെ ഇപ്പോ ആദം നബി അലിഹിസലാമ അദ്ദേഹവും ഹവ്വ ബീവിയും സ്വർഗത്തിൽ എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അങ്ങനെയല്ല അവര് ഭൂമിയിലേക്ക് വന്നപ്പോൾ, അവർക്ക് ഭൂമിയിലേക്ക് വന്നപ്പോൾ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സർക്കംസ്റ്റൻസസ് ആയിരുന്നു, അവരുടെ അവസ്ഥ ഡിഫറെന്റ് ആയിരുന്നു. അപ്പൊ റബ്ബ് പറഞ്ഞു, നിങ്ങള് പേടിക്കേണ്ട, എപ്പോഴൊക്കെ എൻ്റെ ഹിദായത്ത് വരുന്നുവോ നിങ്ങൾ ആ ഹിദായത്ത് ഫോളോ ചെയ്താല് നിങ്ങൾക്ക് ഹൗഫും ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഹസ്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് ദുഃഖവും ഉണ്ടാവില്ല, നിങ്ങൾക്ക് പേടിയും ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു ദുനിയാവിലെ അവസ്ഥ എന്ന് വെച്ചാല് നമ്മളെ സംബന്ധിച്ചിടത്തോളം പേടിപ്പിക്കുന്നതുമാണ്, നമ്മളെ ദുഃഖിപ്പിക്കുന്നതുമാണ്. ഈ ഒരു അവസ്ഥയിൽ നമ്മളുടെ ഈ ഒരു റൂഹിനെ നിലനിർത്തുന്നത് പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോകാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ റബ്ബിൽ നിന്നുള്ള ഹിദായത്താണ്. അത് നമ്മളുടെ ഖുർആനാണ്, റസൂല് നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന ഖുർആനും ദീനുൽ ഇസ്ലാമും നബിചര്യവും എല്ലാമാണ്. അപ്പോൾ ഈ ഒരു സുന്നത്തും ഈ ഖുർആനും ഈ ദീനും ഫോളോ ചെയ്യുന്നതിലൂടെ മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ നഫ്സിനെ നമ്മൾക്ക് തസ്കിയത്ത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ചെയ്യുന്ന ഈ ഒരു ദുനിയാവില് നമ്മൾക്ക് റബ്ബ് തൃപ്തിപ്പെട്ട ആ ഒരു ദീനിനെ ഫോളോ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് നമ്മളെ നഫ്സിനെ അതേപോലെ റബ്ബിനെ തിരിച്ചേൽപ്പിക്കാൻ പറ്റുള്ളൂ. എന്നാലേ നമ്മൾക്ക് നമ്മുടെ റബ്ബിനെ, നിങ്ങൾ പറഞ്ഞല്ലോ അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കാൻ വേണ്ടിയാണ് എന്ന്, എന്നാലേ നമ്മൾക്ക് റബ്ബിൽ നിന്നുള്ള ആ ഒരു തൃപ്തി ലഭിക്കുകയുള്ളൂ. നമ്മളുടെ സായി അപ്പോഴേ മഷ്കൂറാവുകയുള്ളൂ, നമ്മളുടെ സായി അപ്പോഴേ റബി തൃപ്തിപ്പെട്ട ഒരു സായി ആവുകയുള്ളൂ. സോ ഈ ഒരു തസ്കിയ, ഈ ഒരു പരിമിതമായ നമ്മളുടെ ഈ ഒരു ദുനിയാവില് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും പരീക്ഷണങ്ങൾ വേറെയാണ്. നമ്മൾ ഓരോരുത്തരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന
അവസ്ഥകൾ വേറെയാണ്. അതുകൊണ്ട് തന്നെ ഈ തസ്കിയ എന്ന ഈ ഒരു വേർഡ്, അതിന്റെ അർത്ഥം തന്നെ എന്താണ്? ആത്മശുദ്ധീകരണം എന്നാണ്, ആത്മപരിശുദ്ധി വരുത്തൽ എന്നാണ്. ഈ ആത്മ കേറുന്നത് കൂടി അതെന്താകും? ആത്മ എന്നുള്ളൊരു വേർഡ് കേറുന്നത് കൂടി അതെന്താകും? അത് നമ്മുടെ മാത്രമായി മാറും. സുബ്ഹാനല്ലാഹ്. അതായത് ഒരു ബയോഗ്രഫിയും ഓട്ടോബയോഗ്രഫിയും തമ്മിലുള്ളൊരു ഡിഫറൻസ് പോലെയാണ്. ബയോഗ്രഫി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എഴുതുന്നതാകാം, ഒരാളുടെ ജീവിതത്തെ പറ്റിയുള്ള ഒരു എഴുത്ത്, അതാണ് ബയോഗ്രഫി. അത് ആർക്ക് വേണമെങ്കിലും എഴുതാം. പക്ഷെ ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എൻ്റെ ജീവിതത്തെ പറ്റി എഴുതുന്നതാണ്. അതേപോലെ ഈ ആത്മസംസ്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മകഥ, ആത്മസംസ്കരണം എന്ന് പറയുന്നിടത്ത് ഞാനും എൻ്റെ നഫ്സും, ഞാനും എൻ്റെ ജീവിതം, ഇതാണ് നാളെ നമ്മൾക്ക് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇനി ദഅവ എന്ന് പറയുന്നിടത്ത് എന്താണ്? അത് നമ്മളെ എല്ലാവരെയും ദീനിലേക്കുള്ള വിളിയാണ്. ആ വിളിയും നമ്മൾക്ക് എന്താണ്? നിർബന്ധമാക്കപ്പെട്ടതാണ്. പക്ഷെ ഈ വിളിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് എന്താണ് സംഭവിക്കുന്നത്? ഞാൻ വിളിച്ചാൽ അവർ നന്നാവുമോ? അതെല്ലാം നമ്മളുടെ ഉത്തരവാദിത്തമല്ല, അല്ലേ? ലസ്ത അലൈഹിം ബിമുസൈത്തിർ, ഇന്നമാ അൻത മുൻദിർ, അല്ലെങ്കിൽ മുദക്കിർ. നമ്മൾ ആരുടെയും മേൽ അധികാരമില്ല. സോ ഈ തസ്കിയത്ത്, അല്ലെങ്കിൽ ഞാൻ നാളെ എൻ്റെ റൂഹായിട്ട് ചെല്ലുമ്പോൾ അള്ളാഹു എത്രത്തോളം തൃപ്തിപ്പെട്ടതാണ്, അള്ളാഹു എത്രത്തോളം തൃപ്തിപ്പെട്ടിട്ടുണ്ട്, ഇതാണ് നമ്മളുടെ സ്വർഗവും നമ്മളുടെ നരകവും ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടർ. സുബ്ഹാനല്ലാഹ്. നമ്മൾ മനുഷ്യന്മാരാണ്. നമ്മളെ ഏറ്റവും വലിയ നമ്മളുടെ ശത്രു എന്ന് പറയാൻ നേരത്ത് ഷെയ്ത്താനാണ്. ഈ ഷെയ്ത്താൻ ആദം നബി അലൈഹിസ്സലാം മുതൽ ഇന്ന് ഞാൻ വരെയും നാളെ അന്ത്യ ദിവസത്തിൽ ജനിക്കാൻ പോകുന്ന അവസാനത്തെ ശിശു വരെയും ഈ ഒരു ഷെയ്ത്താൻ, ഒരു ഇബിലീസും അവന്റെ സൈന്യവും പ്രസന്റ് ആണ്. എല്ലാവരുടെയും ജീവിതങ്ങൾ ആ ഷെയ്ത്താന് വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഷെയ്ത്താൻ നമ്മളെ ആക്രമിക്കുന്നത് നമ്മൾക്ക് ഏറ്റവും വീക്ക് പോയിന്റിലായിരിക്കും ഈ ഷെയ്ത്താന്റെ ആക്രമണം. ഒരു കോട്ടയുടെ എത്രയും ബലമായ ഒരു കോട്ടയാണെങ്കിലും ആ കോട്ടക്ക് അതിന് ഒരു ദുർബലമായ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റിലായിരിക്കും ശത്രു സേന ആക്രമിക്കുന്നത്. അതേപോലെ നമ്മളുടെ മനസ്സിലെ കോട്ടയിലെ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഒരു പോയിന്റിലായിരിക്കും ഷൈത്താൻ നമ്മളെ ആക്രമിക്കുന്നത്. അതെന്താകാം? അത് ചിലപ്പോൾ നമ്മൾക്ക് സ്വത്തിനോടുള്ള ആർത്തിയാകാം, മാൽ, പണം, അല്ലെങ്കിൽ അത് നമ്മൾക്ക് ഒരു ഈഗോ ആകാം. ഞാൻ അവളേക്കാൾ നല്ലതാണ്, അവള് ചെയ്യുന്നതിനേക്കാൾ ഒരു പടി കൂടുതൽ ഞാൻ ചെയ്യണം. അല്ലെങ്കിൽ അത് വല്ല ദേഷ്യമാകാം, വിദ്വേഷമാകാം, പ്രതികാരം പോലുള്ള കാര്യങ്ങളാകാം, അസൂയാകാം. അവൾക്ക് അത് കിട്ടി, എനിക്കത് കിട്ടിയില്ല. അപ്പൊ ഈ ഷെയ്ത്താന് കറക്റ്റായിട്ട് അറിയാം നമ്മളെ എവിടെയാണ് ആക്രമിക്കേണ്ടതെന്ന്. ഈ ഒരു ഷെയ്ത്താന്റെ ഉപദ്രവത്തിൽ നിന്ന് നമ്മളുടെ നഫ്സിനെ തസ്കിയ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഇനി ഈ ഒരു തസ്കിയത്തു നഫ്സ്, അല്ലെങ്കിൽ ഈ ഒരു തസ്കിയ, ഇത് എങ്ങനെയാണ് നമ്മൾക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുക, എങ്ങനെ നമ്മൾക്ക് ഇതിലേക്ക് എത്താൻ പറ്റുക എന്ന് വെച്ചാൽ, ഈ ഒരു തസ്കിയ മെയിൻ ആയിട്ട് 3 കാര്യങ്ങളിലാണ് നമ്മൾക്ക് എന്ത് ചെയ്യുക? തസ്കിയത്ത് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നമ്മൾക്കറിയാം ഖദ് അഫ്ലഹ മൻ തസക്ക. തസ്കിയത്ത് ആരാണോ ചെയ്തത് അവൻ വിജയിച്ചു എന്നാണ് സൂറ ഷംസില് പറഞ്ഞിട്ടുള്ളതെന്ന് ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസാഹ. അതായത് നമ്മുടെ നഫ്സിൽ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വഹ, നമ്മളുടെ ഓരോരുത്തരുടെയും നഫ്സിലേക്ക് റബ്ബ് സുബ്ഹാനഹു വതആല തഖ്വയും ഫുജൂറും രണ്ടും ഇട്ടിട്ടുണ്ട്. ഇനി ആരാണോ ആ തഖ്വ വളർത്തിയെടുക്കുന്നത് അവൻ വിജയിച്ചു.
അപ്പൊ ഈ ഒരു തഖ്വ ആരാണോ ഈ തസ്കിയത്ത് നടത്തുന്നത് അവനാണ് വിജയിക്കുന്നത്. ഇനി എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് നമ്മൾക്ക് ഈ ഒരു തസ്കിയത്ത് നേടേണ്ടതുണ്ട്? ഈ തസ്കിയത്ത് ആദ്യം തന്നെ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക? ക്ലീൻ ചെയ്യുക. ആദ്യം നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾക്ക് എന്ത് ചെയ്യുക? തസ്കിയത്ത് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നമ്മളുടെ മൈൻഡ് അതിൽ നിന്ന് ശൈത്താന്റെ ഈ ഒരു വസ്വസ നമ്മളുടെ മൈൻഡിൽ എപ്പോഴും ഈ ഒരു ഷെയ്ത്താൻ ഇങ്ങനെ കടന്ന് വസ്വസ ചെയ്തുകൊണ്ടിരിക്കും. ഷെയ്ത്താന് നമ്മളുടെ മേൽ ഒരു അധികാരമില്ല. എന്ത് മാത്രമുള്ളൂ, ഇടക്കിടക്കേ വന്നിട്ട് നമ്മളുടെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ എന്തെങ്കിലും എന്ത് ചെയ്യുക? ഊതി ഊതി ഇങ്ങനെ വെക്കുക, തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുക, നല്ലത് ചെയ്യുന്നതിനെ നമ്മൾ നമ്മളെ സ്റ്റോപ്പ് ചെയ്യിക്കുക. എന്തെങ്കിലും ഒരാരെങ്കിലും നമ്മൾക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ നമ്മൾക്കൊരു മൈൻഡ് വന്നാൽ അപ്പം തന്നെ അതങ്ങോട്ട് ബ്ലോക്ക് ചെയ്യുക. ഇങ്ങനെ ആദ്യം നീ നിന്റെ കാര്യം നോക്ക്, അത് കഴിഞ്ഞിട്ട് പിന്നെ അവനെ ഹെൽപ്പ് ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ ഒരു 100 രൂപ കൊടുക്കാന്ന് വിചാരിച്ചാൽ ഷെയ്ത്താൻ പറയും വേണ്ട 100 വേണ്ട 50 കൊടുത്താൽ മതി. ചിലപ്പോൾ ഇവൻ തന്നെ വീണ്ടും ആവശ്യം വന്നാൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഈ 50 നമ്മളെ പിന്നീട് നമ്മൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് നല്ലത് ചെയ്താലും, എന്ത് നമ്മൾ നന്മ ചെയ്യാൻ ആഗ്രഹിച്ചാലും ഒരാൾക്ക് സുഖമില്ല, അപ്പൊ നമ്മൾ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, നമ്മൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് അവിടെ പോയി കാണാം, നമുക്ക് എന്തെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു കുട്ടി അനാഥയായി, ആ ഫസ്റ്റ് തന്നെ നമ്മളുടെ മനസ്സിൽ എന്ത് വരും? നല്ല കാര്യങ്ങൾ വരും. ആ കുട്ടി അവൾ അനാഥയായി, അവളെ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഏറ്റെടുത്ത് പഠിപ്പിക്കാം. എന്തെങ്കിലും നല്ല കാര്യം നമ്മൾക്ക് ചെയ്യാൻ ആദ്യം തോന്നും. പക്ഷെ പിന്നെന്ത്, അപ്പോൾ തന്നെ നമ്മളുടെ ശത്രുവായ ശൈത്താൻ നമ്മളുടെ മനസ്സിൽ വന്നിട്ട് വസ്വസ ചെയ്യും. ആ കുട്ടിയെ പഠിപ്പിക്കാൻ ചിലപ്പോൾ അവർക്ക് ശരിക്കും ആ കുട്ടിയെ പഠിപ്പിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആ കുട്ടീൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ആൾക്കാരുണ്ടാകും. ശരിക്കും നമ്മളിപ്പോൾ ആ കുട്ടിയെ സ്പോൺസർ ചെയ്താൽ അവരുടെ ഉമ്മാടെ ഉപ്പാൻ്റെ ഒക്കെ ആൾക്കാർ ചെയ്യേണ്ട കാര്യമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? അവരിൽ നിന്ന് തട്ടിയെടുക്കുന്നത്. അതുകൊണ്ട് ഹസ്ന, വെയിറ്റ് ചെയ്, ഇപ്പോൾ വേണ്ട, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. സുബ്ഹാനല്ലാഹ്, ഈ കുറച്ച് ദിവസം കഴിയാന്നുള്ളത് അത് ഒരിക്കലും ഇല്ല എന്നതിന് തുല്യമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ ഒരു വസ്വസയെ നമ്മൾ എന്ത് ചെയ്യാം? മാറ്റിയെടുക്കാം. അതേപോലെ തന്നെ നമ്മളുടെ ശരീരത്തിലെ നമ്മളുടെ സെൻസ് ഓർഗൻസ്, നമ്മളുടെ നാക്ക്, നമ്മളുടെ കണ്ണുകൾ, നമ്മുടെ ചെവികൾ, നമ്മുടെ കൈകൾ, നമ്മളുടെ വയറ്, നമ്മളുടെ പ്രൈവറ്റ് പാർട്സ്, നമ്മുടെ ഗുഹ്യഭാഗങ്ങൾ, നമ്മളുടെ കാലുകൾ, ഈ 7 അവയവങ്ങളെ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ തസ്കിയത്ത് ചെയ്യണം. അപ്പൊ നമ്മൾക്ക് ആദ്യം തന്നെ നമ്മളുടെ ശരീരത്തിലേക്ക് നോക്കാം. ശരീരത്തിൽ നമ്മൾ ആദ്യം തന്നെ തസ്കിയത്ത് നടത്തേണ്ടത് നമ്മളുടെ നാക്കാണ്. ഏറ്റവും കൂടുതൽ നമ്മളെ തന്നെ ബുദ്ധിമുട്ടിക്കുന്നത്, അള്ളാഹുവിൽ നിന്ന് അകറ്റുന്നത്, ഏറ്റവും റബ്ബിന്റെ കോപത്തിന് നമ്മളെ തന്നെ പാത്രമാക്കുന്നത് നമ്മളുടെ നാവിലൂടെയാണ്. ചിലപ്പോൾ നമ്മള് പറയേണ്ട സമയത്ത് പറയാതിരിക്കൽ കൂടെ ആയിരിക്കാം. ചിലപ്പോൾ നമ്മൾ മിണ്ടാതിരിക്കേണ്ട സമയത്ത് അനാവശ്യമായി സംസാരിക്കുന്നതിലൂടെ ആയിരിക്കാം. അപ്പൊ നമ്മളുടെ നാക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നുണ പറയാതിരിക്കൽ, വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ്, നുണ പറയാതിരിക്കൽ. 2, പരദൂഷണം. 3, അസഭ്യമായ വർത്തമാനങ്ങൾ. ഒരു മുസ്ലിം ലൈസൽ മുഅ്മിൻ ബില്ലആൻ, ഒരിക്കലും ഒരു മുസ്ലിമും അസഭ്യം പറയുന്നവനോ നുണ പറയുന്നവനോ അല്ലെങ്കിൽ ശാപവാക്കുകൾ ഉപയോഗിക്കുന്നവനോ ഒന്നുമല്ല. നുണ പറയുന്നവനോ ഒന്നുമല്ല. അപ്പോൾ ശാപവാക്കുകൾ യൂസ് ചെയ്യുക, മറ്റുള്ളവരെ ലഅനത്ത് ചെയ്യുക, മറ്റുള്ളവരെ ശപിക്കുക, അല്ലെങ്കിൽ അസഭ്യമായവരോട് സംസാരിക്കുക, തെറ്റായ കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യുക. അതൊരു കുട്ടിയായാൽ പോലും അവരോട് ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കൽ എന്താണ്? അതും വാഗ്ദാന ലംഘനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതേപോലെ തന്നെ തർക്കിക്കുക, മറ്റുള്ളവരുമായി ഡിസ്പ്യൂട്ട് ഉണ്ടാക്കുക, തർക്കിക്കുക, ഈ എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മൾ നമ്മളുടെ നാക്കിനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1, നുണ, പരദൂഷണം, അസഭ്യമായ വർത്തമാനങ്ങൾ, ശാപവാക്കുകൾ അല്ലെങ്കിൽ ശപിക്കൽ, തെറ്റായ സത്യം ചെയ്യലുകൾ, അതേപോലെ തന്നെ വാഗ്തർക്കങ്ങൾ, വാഗ്വാദങ്ങൾ, തർക്കങ്ങൾ.
ഇനി നമ്മൾക്ക് എങ്ങനെ തസ്കിയത്ത് ചെയ്യാമെന്നുള്ളത്, നമ്മൾക്ക് ഈ ഫുൾ തസ്കിയ നമ്മൾ പറഞ്ഞല്ലോ ഒരു 40 ദിവസത്തേക്ക് നമ്മൾക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാം. അപ്പൊ ഇനി ഓരോ അവയവങ്ങളിലും അല്ലെങ്കിൽ നമ്മൾ ഓരോ ചെയ്യേണ്ട കാര്യങ്ങളും നമ്മൾക്കൊരു ചാർട്ട് ഉണ്ടാക്കി നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ കൈ കൊണ്ടോ കാല് കൊണ്ടോ കണ്ണ് കൊണ്ടോ നാക്ക് കൊണ്ടോ ഒന്നും ഒരു തെറ്റായ ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഓരോ അവയവത്തിനും നമ്മൾക്ക് വ്യത്യസ്തമായ ഒരു ചാർട്ട് ഉണ്ടാക്കിയിട്ട് ഇന്ന് ടിക്ക് ചെയ്യാം. ഇനിയിപ്പോൾ നാളെ നമ്മൾ എന്ത് പറ്റി, നമ്മളിൽ നിന്ന് പെട്ടെന്ന് അറിയാതെ തെറ്റ് പറ്റിയാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക, വീണ്ടും നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്യുക, വീണ്ടും ഡേ 1 1 അങ്ങനെ ഒരു തെറ്റും ചെയ്യാത്ത ഒരു 30 ദിവസത്തിലേക്ക് നമ്മൾ എത്തിക്കുക നമ്മളുടെ ഈ ഒരു തസ്കിയ ചാർട്ടിന് ഇൻഷാ അല്ലാഹു തആല. റബ്ബിന്റെ എന്താ പറയാ, റബ്ബിനോട് നമ്മൾ കുറേ അധികം സഹായം ചോദിക്കുക. നമ്മൾ എന്താ ചെയ്യുക, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. ഈ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമ്മൾക്ക് ആദ്യമായിട്ട് വേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ, അള്ളാഹുവാണ് ഏറ്റവും വലുത്, മുഹമ്മദ് റസൂലുള്ളാഹ്, റസൂലിന്റെ സുന്നത്തിനെ നമ്മൾ പിന്തുടരണം. അദ്കാറുകൾ വർദ്ധിപ്പിക്കുക, നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അതിലൂടെ നമ്മൾക്ക് തസ്കിയത്ത് നേടാൻ പറ്റും. നമ്മൾ ചെയ്യും, തെറ്റുകൾ നമ്മളിൽ നിന്ന് വരും, നമ്മളുടെ ദുനിയാവ് അതാണ്. അപ്പോൾ ഒരിക്കലും ഈ 30 ദിവസത്തെ ചാർട്ട് നമ്മൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ പറ്റിയില്ല എന്നുള്ളത് നമ്മൾ ഒരിക്കലും ഒരു തോൽവിയായി കാണരുത്. ഒരു ദിവസത്തിൽ നിന്ന് അല്ലെങ്കിൽ 2 ദിവസത്തിൽ നിന്ന് ഒരു 3 ദിവസത്തിലേക്ക് നമ്മൾക്ക് എത്തിക്കാൻ പറ്റിയാൽ അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു പുരോഗമനം അല്ലെങ്കിൽ ഒരു പുരോഗതിയായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കാണുക ഇൻഷാ അല്ലാഹു തആല. ഓക്കെ, സോ നാവ് കൊണ്ട് നമ്മൾ ഇന്ന കാര്യങ്ങൾ. ഇനി എന്താണ്, ഐസ്, കണ്ണുകള്, അതായത് കണ്ണിൽ നിന്ന് വരാവുന്ന തെറ്റുകൾ എന്താണ്, നമ്മൾ നമ്മളുടെ ഓപ്പോസിറ്റ് സെക്സിനെ അതൊരു ലസ്ഫുൾ ആയിട്ടുള്ള വളരെ ഒരു എന്താ പറയാ ഒരു ലസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ആഗ്രഹത്തോടുകൂടി നമ്മളുടെ ഓപ്പോസിറ്റ് ഇതിനെ പുരുഷന്മാർ, ഇപ്പം സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരെ അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ ഒരു ഒരു സ്ത്രീയെ, അതായത് സ്വന്തം ഇണയല്ലാത്ത ഒരു സ്ത്രീയെ മറ്റൊരു ഉദ്ദേശത്തോടു കൂടി നോക്കുക എന്നുള്ളത് അത് നമ്മളുടെ കണ്ണ് ചെയ്യുന്ന ഒരു തെറ്റായ അല്ലെങ്കിൽ സിൻഫുൾ ആയിട്ടുള്ള കുറ്റകരമായ ഒരു പ്രവൃത്തിയാണ്. അല്ലെങ്കിൽ വേൾഡ്ലി മെറ്റീരിയൽസ്, ഈ ദുനിയാവിൻ്റെ ആഡംബരങ്ങളിലേക്ക് എപ്പോഴും കണ്ണ് നട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ നോക്കിക്കൊണ്ട് ഒരു ഒരു അസൂയയോടെ നമ്മൾ ഒരു ഹസദോടുകൂടി നമ്മൾ മറ്റുള്ളവർക്ക് റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെ നോക്കുക. അത് ദാറ്റ് ഈസ് വെരി ബാഡ്. സുബ്ഹാനല്ലാഹ്. എപ്പോഴും നമ്മൾക്ക് ഇപ്പോൾ ഒരാളുടെ ഇപ്പോൾ ഒരാൾക്ക് നല്ല മുഖമുണ്ട്, നല്ല മുടിയുണ്ട്, നല്ല വീടുണ്ട്, നല്ല ശരീരമുണ്ട്, എന്താ പറയാ, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് തടി വെക്കാത്ത അല്ലെങ്കിൽ വളരെ മെലിഞ്ഞൊട്ടിയ ഒരു ശരീരമല്ലാത്ത ഒരു നല്ല ഒത്ത ഒരു ശരീരമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അസുഖമില്ലാത്തൊരു ശരീരമുണ്ട്, നല്ല ബുദ്ധിയുണ്ട്, നന്നായിട്ട് സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് നല്ല വീടുണ്ട്, നല്ല കാറുണ്ട്, നല്ല ജ്വല്ലറി ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളൊരു എന്താ പറയുക, ഒരു അസൂയയോടെ അത് കാണാതെ അത് എൻ്റെ റബ്ബ് അവർക്ക് നൽകിയ അനുഗ്രഹമോ പരീക്ഷണമോ ആയിട്ട് കാണുക. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതിലൂടെ നമ്മൾക്ക് ഈ ഒരു ദൃഷ്ടി നമ്മൾക്ക് പറയുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ റബ്ബിനെ ആയിരിക്കും, നമ്മൾക്ക് ആ ഒരു അനുഗ്രഹം കാണുമ്പോൾ നമ്മൾക്ക് ഓർമ്മ വരുന്നത് അത് നമ്മളുടെ റബ്ബിനെയാണ്. ഇനി ആ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ആ ഒരു പരീക്ഷണം എനിക്ക് വന്നിട്ടില്ലെങ്കിൽ, എനിക്ക് അതേപോലത്തെ ഒരു കാറില്ലെങ്കിൽ, എനിക്ക് അതേപോലത്തെ ഒരു വീടില്ലെങ്കിൽ, അതെന്റെ റബ്ബിന്റെ തീരുമാനമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ ഒരു റബ്ബിന്റെ ആ ഒരു തീരുമാനത്തിൽ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അതെന്റെ നല്ലതിന് വേണ്ടി മാത്രമാണ്. നമ്മൾ ഇതിനു മുൻപ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ, എന്തൊരു കാര്യം എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് റബ്ബാണ്, എനിക്ക് തന്നിട്ടില്ല എങ്കിൽ അതും റബ്ബാണ്, അത് മറ്റാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും എൻ്റെ റബ്ബാണ്. എൻ്റെ റബ്ബിന്റെ എല്ലാ തീരുമാനത്തിലും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇനി അതേപോലെ തന്നെ മറ്റുള്ളവരുടെ, അതായത് മറ്റുള്ളവർ ആവശ്യമില്ലാത്ത അനാവശ്യ വസ്തുക്കളിലേക്കുള്ള നമ്മളുടെ ഒരു ദൃഷ്ടി, അത് പ്രിന്റ് മീഡിയോ മാഗസീൻസോ ആകാം, വീഡിയോസ് ആകാം, ഫോട്ടോസ് ആകാം, ആവശ്യമില്ലാത്ത അനാവശ്യമായ
സ്ഥലത്തേക്കുള്ള നമ്മളുടെ ഒരു എത്തിനോട്ടം, അത് കണ്ണിന്റെ തെറ്റുകളിൽ ഒന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു അവയവത്തിലും പറ്റുന്ന തെറ്റിനെ നമ്മൾക്ക് എങ്ങനെ മറികടക്കാം? വെരി സിമ്പിൾ, ഇസ്തിഗ്ഫാർ ചെയ്യുക. ഇസ്തിഗ്ഫാർ ചെയ്യുക, അസ്തഗ്ഫിറുല്ലാ റബ്ബേ, എന്നോട് ഈ ഒരു തെറ്റ് പറ്റി റബ്ബേ, ഇനി അതിലേക്ക് എന്നെ എത്തിക്കരുതേ റബ്ബേ, ഞാൻ മാക്സിമം അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിക്കാം. നമ്മൾ വീണ്ടും നമ്മളുടെ ശ്രമം തുടരുന്നു. മൂന്നാമത്തത് നമ്മളുടെ ചെവി. എന്തായിരിക്കും നമ്മളുടെ ചെവി? വേണ്ടാത്തത് കേൾക്കുക. ആരെങ്കിലും പറ്റി, ഇപ്പൊ നേരത്തെ നമ്മളെ ഈ നാക്ക് പറഞ്ഞ കാര്യങ്ങള് നമ്മള് വേറെ ആരിൽ നിന്നെങ്കിലും ഈ വേണ്ടാത്ത നുണകളോ പരദൂഷണമോ അല്ലെങ്കിൽ ആരെങ്കിലും പറ്റി വേണ്ടാത്ത കാര്യങ്ങളോ ഫോൾസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുക. അതേപോലെ തന്നെ എൻ്റെ റബ്ബിനെ തൃപ്തിപ്പെടുത്താത്ത ഏത് കാര്യത്തിലേക്കും നയിക്കുന്ന കാര്യങ്ങളിൽ കേൾക്കാതിരിക്കുക. അത് എന്തുമാകാം. അതായത് റബ്ബിന്റെ സിക്റിൽ നിന്ന്, റബ്ബിന്റെ തൃപ്തിയിൽ നിന്ന് നമ്മളെ അകറ്റുന്ന, അല്ലെങ്കിൽ തെറ്റ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഏതൊരു വർത്തമാനത്തിൽ നിന്നോ കാര്യത്തിൽ നിന്നോ നമ്മൾ നമ്മുടെ ചെവിയെ മാറ്റി നിർത്തുക, നമ്മളത് കേൾക്കാതിരിക്കുക. അത് എന്ത് സംസാരം വേണമെങ്കിലും ആകാം, അത് തമാശയാകാം, അത് ആരെങ്കിലും കളിയാക്കലാകാം, അത് ഏത് മ്യൂസിക് ആകാം, അത് വേറെ എന്തും ആകാം. ചിലപ്പോൾ നമ്മളെ തിന്മയിലേക്ക് നയിക്കുന്ന ഒരു പ്രഭാഷണമോ ആകാം. സുബ്ഹാനല്ലാഹ്. നമ്മൾക്ക് അറിയാത്ത കാര്യങ്ങളിൽ നിന്ന്, നമ്മൾ അറിയാത്തത് ഇൻ ദ സെൻസ് ശരിയാണോ തെറ്റാണോ എന്ന് അറിവില്ലാത്ത കാര്യത്തിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക? മാറി നിൽക്കുക. ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ പ്രേരിപ്പിക്കും, ഇതെന്താ, ഇതെന്ന് പുതിയൊരു സംഭവം വന്നിട്ടുണ്ടല്ലോ, എന്താണ് അതൊന്ന് ഒന്ന് പരീക്ഷിച്ച് കളയാം, എന്താണെന്ന് കേട്ട് അറിയുന്നത്. കുറെ പേരെ വഴിതെറ്റിച്ചിട്ടുണ്ടല്ലോ, എന്താണ് ഞാൻ ഇനി ഇതിൽ നിന്ന് ഇത് കേട്ടാൽ ഞാൻ വഴിതെറ്റും, വേണ്ട. അങ്ങനത്തെ ഒരു പരീക്ഷണത്തിന് നമ്മൾ എന്ത് ചെയ്യുക? നിന്നു കൊടുക്കണ്ട. സുബ്ഹാനല്ലാഹ്. അതേപോലെ നമ്മളുടെ കൈകാലുകള്, കയ്യിൽ നിന്ന് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നിടത്ത് തെറ്റായ പ്രവർത്തനങ്ങൾ ചെയ്യുക, മോഷണം തുടങ്ങിയവ, അല്ലെങ്കിൽ ഒഫെൻസീവ് ആയിട്ടുള്ള മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന ജസ്റ്റേഴ്സ് ചെയ്യുക, കളിയാക്കാൻ വേണ്ടി കൈ കൊണ്ടുള്ള ഗോഷ്ഠികൾ, അതേപോലെ തന്നെ മറ്റുള്ളവരെ പ്രഹരിക്കുക, തല്ലുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ നമ്മൾ തെറ്റായ ഇടങ്ങളിൽ തൊടുക, അത് ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ തൊടുക എന്നുള്ളത്, അതും കൈ കൊണ്ട് വരാവുന്ന പ്രവർത്തനങ്ങളാണ്. ഇനി നമ്മളുടെ വയറാണല്ലോ, നമ്മളുടെ ഉദരം, അതാണല്ലോ ഏറ്റവും വലിയ ഒരു സംഭവം. ഇതിന്റെ ഫസ്റ്റ് എന്ന് പറയാൻ നേരത്ത് നമ്മൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ളതാണെങ്കിൽ പോലും ഹലാലായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. സോ ഹറാമിൽ നിന്ന് എന്തായാലും നമ്മൾ വിട്ടു നിൽക്കണം. ഹലാലായിട്ടുള്ള ഭക്ഷണങ്ങൾ പോലും അത് കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഭക്ഷിക്കാതിരിക്കുക. എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യുക? ഒരു ലിമിറ്റ് വെക്കുക. റസൂലിന്റെ സുന്നത്ത് നമ്മൾ എന്ത് ചെയ്യാം? ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാം ഹറാമാണ്. ഹറാമിൽ നിന്ന് നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് വിട്ടു നിൽക്കണം. നമ്മൾ ആൽക്കഹോൾ ആകട്ടെ, മദ്യം, അതേപോലെ ലഹരി, അതേപോലെ ഹറാമായിട്ടുള്ള ഹലാലല്ലാത്ത ഭക്ഷണങ്ങൾ, മാംസങ്ങൾ, അതേപോലെ എന്താ പറയാ, അസ്കാ ത്വആമൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും നല്ല ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്. സോ കേടായ അല്ലെങ്കിൽ തുറന്നു വെക്കപ്പെട്ട അങ്ങനെയുള്ള തസ്കിയ എന്ന് പറയാൻ നേരത്ത് എല്ലാം തസ്കിയത്താണ്. നമ്മൾ ഏറ്റവും നന്നായിട്ട് വളരെ ക്ലീൻ ആയിട്ട് ഭക്ഷണം പാകം ചെയ്യുക, വളരെ ക്ലീൻ ആയിട്ട് അത് സൂക്ഷിക്കുക, വളരെ ക്ലീൻ ആയിട്ട് അതിനെ പ്രിസർവ് ചെയ്യുക. അത് കേടായി എന്ന് തോന്നിയാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഡിസ്പോസ് ചെയ്യണം, അത് കളഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിന് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാകും. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക? തസ്കിയത്ത്. അപ്പോൾ നമ്മളുടെ വയറിലേക്ക് നമ്മൾ അസ്ക, ഏറ്റവും നന്നായിട്ടുള്ള ഭക്ഷണമായിരിക്കണം നമ്മളുടെ വയറ്റിലേക്ക് നമ്മൾ ഇറക്കി വിടേണ്ടത്. അത് നയിച്ച രീതി ഹലാലായിരിക്കണം. അത് പാകം ചെയ്യുന്ന രീതി ഏറ്റവും നല്ല രീതിയിലായിരിക്കണം. സുബ്ഹാനല്ലാഹ്. ഓക്കെ. അതേപോലെ തന്നെ നമ്മളുടെ പ്രൈവറ്റ് പാർട്സ്, നമ്മളുടെ ഗുഹ്യഭാഗങ്ങൾ, അത് ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളത് അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ അതിനെ മറച്ചു വെക്കുക, മറക്കുക, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത് നമ്മൾ എന്താ പറയാ, ഒരു
തെറ്റായ ഒരു രീതിയിൽ അത് ഉപയോഗിക്കാതിരിക്കുക. ഹലാലായ റിലേഷൻഷിപ്പിൽ മാത്രം അത് ഉപയോഗിക്കുക. ഹലാലായ ബന്ധങ്ങളിലൂടെ റബ്ബിനെ നമ്മൾ തൃപ്തിപ്പെടുത്തുക. നമ്മൾ ആരുടെയെങ്കിലും അവകാശങ്ങൾ, നമ്മുടെ ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയുടെയോ അവകാശങ്ങൾ എന്താ പറയാ, നമ്മളത് വകവെച്ച് കൊടുക്കാതിരിക്കരുത്. എന്നാലോ നമ്മളെപ്പോഴും ആ ഒരു കാര്യത്തിൽ റബ്ബിനെ ഓർക്കുക, റബ്ബിനെ തൃപ്തി അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, കരസ്ഥമാക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കാലുകളാണ് അവസാനത്തെ. അപ്പോൾ നമ്മളുടെ ശരീരഭാഗങ്ങൾ ഏതൊക്കെയാണ്? നാക്ക്, കണ്ണ്, കാത് അല്ലെങ്കിൽ ചെവി, കയ്യ്, വയറ്, ഗുഹ്യഭാഗങ്ങൾ. ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് നമ്മളുടെ കാലുകള്. നമ്മളുടെ കൈകാലുകൾ. കാലെന്താ ചെയ്യാന്ന് വെച്ചാൽ, കാലാണ് നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അവിടത്തേക്ക് നമ്മളെ എത്തിക്കുന്നത് ആരാണ്? നമ്മളുടെ കാലാണ്. അപ്പൊ തെറ്റായ ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു ശരീരത്തെ ഈ കൈ കൊണ്ടാണ് ചെയ്യുന്നെങ്കിലും അതിനെ അവിടെ എത്തിക്കുന്നത് ആരാണ്? ആ കാലുകളാണ്. അപ്പോ ഈ ഒരു കാലുകള് നമ്മൾ ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ പ്രോപ്പർട്ടിയിൽ നമ്മൾ കയറാതിരിക്കുക. അതേപോലെ തെറ്റായ അല്ലെങ്കിൽ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകാതിരിക്കുക. ആവശ്യമില്ലാത്ത ഇടത്ത്, നമ്മളുടെ ആവശ്യം അനാവശ്യമായ ഇടങ്ങളിൽ നമ്മൾ പോകാതിരിക്കുക. അതേപോലെ തന്നെ റബ്ബിന്റെ അതൃപ്തിക്ക് പാത്രമാകുന്ന സ്ഥലങ്ങളിൽ നമ്മൾ എത്താതിരിക്കുക. ഓക്കെ. നമ്മളുടെ അതേപോലെ തന്നെ ചിലപ്പോ ഒരു സ്ഥലം അവിടെ തെറ്റായി ഒന്നും നടക്കുന്നുണ്ടാവില്ല, പക്ഷെ തെറ്റായ ഒരു കാര്യം നമ്മളെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ പോലും നമ്മളവിടെ എത്താതിരിക്കുക, പോകാതിരിക്കുക. നമ്മൾ പോയാൽ നമ്മൾ എന്ത് ചെയ്യുക? എത്തപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യുക? തിരിച്ചു വരിക എന്നുള്ളതാണ്. ഓക്കെ. സോ ഇതാണ് നമ്മളുടെ ശരീരത്തിൽ നിന്ന് നമ്മൾക്ക് തസ്കിയത്ത് ചെയ്യേണ്ട ആ ഒരു 7 അവയവങ്ങൾ. അതിനുശേഷം നമ്മളുടെ ഹാർട്ട്, നമ്മളുടെ ഒരു ഹൃദയം എന്ന് പറയാൻ നേരത്ത് നമ്മുടെ ഹൃദയത്തില് നമ്മൾക്ക് എന്താണ് നമ്മൾ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമ്മളുടെ ഹൃദയത്തിൽ എന്താ പറ്റുന്നത്? തുരുമ്പ് പിടിക്കുകയും എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് നല്ലത്, എന്താണ് കെട്ടത് എന്ന് മനസ്സിലാകാത്ത വിധത്തിൽ നമ്മളുടെ ഹൃദയം എന്ത് പറ്റും? തുരുമ്പ് പിടിച്ചു പോകും. അതുകൊണ്ടാണ് ചില തെറ്റായ കർമ്മങ്ങൾ കാണുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഹൃദയത്തിന് ഒന്നും തോന്നുകയില്ല. നല്ല കർമ്മങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ഒരു തോന്നുകയില്ല, ഒരു ഇൻഡിഫറൻസ്. എന്ത് ചെയ്താലും ഒരേപോലെ. ഈ ഒരു അവസ്ഥയെ നമ്മൾ പേടിക്കേണ്ടതുണ്ട്. ഇത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഹൃദയം തുരുമ്പിച്ചു പോയി എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഒരു തിന്മ കണ്ടാൽ നമുക്കൊരു വെറുപ്പ്, ഒരു വിദ്വേഷം അതൊന്നും തോന്നില്ല. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഒരു നന്മ കണ്ടാൽ നമ്മൾക്ക് അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ ഓക്കെ. അങ്ങനെയല്ല, ഒരു നന്മ കണ്ടാൽ നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും നമ്മളത് ചെയ്യാൻ വെമ്പൽ കൊള്ളുകയും ചെയ്യണം. അങ്ങനത്തെ ഒരു ഹൃദയം നമ്മൾ ആക്കി തീർക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഒരു തിന്മ കണ്ടാൽ നമ്മൾ വെറുക്കണം. ആ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കണം. നമ്മൾ അതിനെ വളരെയധികം വെറുത്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന് വിഷമം ഉണ്ടാകണം. ഈ 2 കാര്യങ്ങളും സംഭവിച്ചില്ലെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, നമ്മളുടെ ഹൃദയം തുരുമ്പ് പിടിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ തുരുമ്പ് പിടിച്ച ഹൃദയങ്ങൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ വളരെയധികം ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് നമ്മളതിനെ എന്ത് ചെയ്യുക? നമ്മളതിനെ ആ തുരുമ്പൊക്കെ മാറ്റി അതിൽ കുറെ എന്താ പറയുക, ലൂബ്രിക്കൻസ് ഒക്കെ ഇട്ട് അതിൽ കുറെ എന്താ പറയുക, തുരുമ്പൊക്കെ മാറ്റാനുള്ള മരുന്നൊക്കെ അടിച്ചിട്ട് നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്ത് നമ്മളുടെ ഇബാദത്തുകൾ കൂടുതലായിട്ട് വർദ്ധിപ്പിച്ച് ഈ തിന്മയിൽ നിന്നൊക്കെ വിട്ടുനിന്ന് നന്മയിലേക്ക് കൂടുതൽ കൂടുതൽ പോകാൻ ആഗ്രഹിക്കുക. നമ്മൾ മനസ്സിലാക്കുക നമ്മൾ എവിടെയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു വരിക. എൻ്റെ ഏതൊരു പ്രവൃത്തിയിൽ നിന്നാണ് ഈ ഒരു ഹൃദയത്തിന് തിന്മ സംഭവിച്ചത്, ഈ ഒരു തുരുമ്പ് പിടിക്കൽ സംഭവിച്ചത്? എൻ്റെ കൈകൾ ചെയ്യുന്നത് എന്തെങ്കിലാണോ? അല്ലെങ്കിൽ ഞാൻ ഇത്ര നാൾ കേട്ടുകൊണ്ടിരുന്ന എന്തെങ്കിലാണോ? ഞാൻ കണ്ടുകൊണ്ടിരുന്ന എന്തെങ്കിലും നിന്നാണോ എൻ്റെ ഹൃദയം ഇങ്ങനെ തുരുമ്പിച്ചു പോകാൻ ഉണ്ടായ കാരണം? ആ കാരണത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവുക, അത് നന്നാക്കുക. ഇൻഷാ അല്ലാഹു തആല നമ്മളുടെ ഹൃദയം നന്നാകും. അതേപോലെ തന്നെ നമ്മളുടെ മനസ്സ്, അതായത് നമ്മളുടെ ശത്രുവായ ശൈത്താൻ എപ്പോഴും വസ്വസ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു മനസ്സ്, ആ ഒരു വിസ്പറിങ് വരുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ മനസ്സിലാക്കുക ഇത് ശൈത്താനിൽ നിന്നാണ്. അപ്പോൾ തന്നെ നമ്മൾ
എങ്ങനെയാണ് ഷെയ്ത്താനിൽ നിന്ന് നമ്മൾ അഭയം തേടേണ്ടത്? അഊദു ബില്ലാഹി സമീഉൽ അലീം മിനൽ ഷൈത്താനിർ റജീം. നമ്മൾ ഇസ്തിആദയുടെ പല പല രൂപങ്ങളുണ്ട് അല്ലെ? അഊദു ബില്ലാഹി മിനൽ ഷൈത്താനിർ റജീമിന്റെ പല പല രൂപങ്ങളുണ്ട്. വേഗം തന്നെ അള്ളാഹുവിൽ നമ്മൾ അഭയം തേടുക. റബ്ബേ, ഞാനൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ തന്നെ റബ്ബേ ഈ ഷെയ്ത്താൻ വന്നിങ്ങനെ പറഞ്ഞു, അള്ളാഹുവേ ഈ ഷെയ്ത്താന്റെ ഉപദ്രവം എന്നിൽ നിന്ന് മാറ്റി തരണേ റബ്ബേ. അള്ളാഹുവെ നല്ല കാര്യം ചെയ്യാൻ റബ്ബേ എന്നെ പ്രേരിപ്പിക്കണേ റബ്ബേ. അള്ളാഹുവാണ് പ്രേരിപ്പിക്കുന്നതും അള്ളാഹുവാണ് നമ്മൾക്ക് എല്ലാം നന്മ ചെയ്യാനുള്ള വഴിയൊരുക്കുന്നതും അല്ലേ? വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. അള്ളാഹുവിന്റെ മശീഅത്തില്ലാണ്ട് നമ്മൾക്ക് ഒരു നല്ല കാര്യം ചെയ്യാനുള്ള പ്രേരണ പോലും തോന്നുകയില്ല എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളെപ്പോഴും നിരന്തരമായി അള്ളാഹുവിൽ നിന്ന് അവന്റെ ഹിദായത്ത്, സിറാത്തൽ മുസ്തഖീം, അവന്റെ ഹിദായത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാത നമ്മൾ പിന്തുടർന്നുകൊണ്ടേയിരിക്കുക. ഖുർആൻ പാരായണവും ഖുർആനിലെ തദബ്ബുറും എല്ലാം നമ്മൾ പതിവാക്കുക. മാക്സിമം നമ്മൾ നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ മനസ്സിനെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഉരുമ്പ് പിടിക്കൽ നിന്ന് രക്ഷപ്പെടുത്തുക. അങ്ങനെ നമ്മളെ റൂഹിനെ നമ്മൾ എന്ത് ചെയ്യുക? തസ്കിയത്ത് വളരെ എപ്പോഴും എത്ര ശോഷിച്ചു പോയാലും ഈ റൂഹിലുള്ള ആഹാരങ്ങൾ കൊടുത്ത് കൊടുത്ത് ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ എന്താ പറയാ, നമ്മുടെ റൂഹിനെ നല്ലതാക്കിക്കൊണ്ട് പ്യൂരിഫൈ ചെയ്തുകൊണ്ട് റബ്ബിന്റെ മുമ്പിലേക്ക് എന്താ പറയാ എത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കാം. ഇനി ഈ ഒരു മനസ്സിനെയും ശരീരത്തെയും മനസ്സിനെയും കൽബിനെയും നന്നാക്കാൻ വേണ്ടി നമ്മൾ അദ്കാറുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അതേപോലെ തന്നെ നമ്മുടെ മനസ്സിലുള്ള ഈ ഹെയ്ട്രഡ്, രണ്ട് കാര്യങ്ങളാണ് നമ്മളുടെ എന്താ പറയുക, ഈ രണ്ട് കാര്യങ്ങൾ ഹൃദയങ്ങളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അതിൽ ഒന്ന് അസൂയയും രണ്ട് വിദ്വേഷവുമാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഒരിക്കലും അസൂയയെ പറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഒരിക്കലും അസൂയ പാടില്ല, ഒരിക്കലും ദേഷ്യവും പാടില്ല. ഒരിക്കലും ഒരാൾ നമ്മളോട് ഒരു തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവരോട് ദേഷ്യം കാണിക്കരുത്. ബിക്കോസ് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു പഴി ഷെയ്ത്താന് കൊടുക്കുക. ഇബ്ലീസാണ് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചത്, അവരുടെ സാഹചര്യമാണ് അവരെ കൊണ്ടത് ചെയ്യിപ്പിച്ചത്. മനുഷ്യന്മാരെ വെറുക്കരുത്, അവരുടെ പ്രവർത്തികളെ വെറുക്കുക. അപ്പൊ അതോടുകൂടി നമ്മളുടെ മനസ്സിൽ നിന്ന് അവരോടുള്ള വിദ്വേഷം ഇല്ലാതാവും. അവരെന്തുകൊണ്ടാണ് അത് ചെയ്തത്? അത് അവരുടെ എന്തെങ്കിലും ഒരു വീക്ക്നെസ് കൊണ്ടായിരിക്കും അവരത് ചെയ്തതെന്നുള്ള ഒരു എന്താ പറയാ, ഒരു സാവകാശം അവർക്ക് കൊടുക്കുക. അവരെ ഒരു കാര്യം നമ്മളോട് തെറ്റ് ചെയ്തു, ആ തെറ്റിനോടുള്ള നമ്മുടെ വിദ്വേഷം കാരണം നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മയും ഇല്ലാതാകാൻ പാടില്ലല്ലോ, റൈറ്റ്? നമ്മൾ ചെയ്യുന്ന നമസ്കാരവും നമ്മളുടെ ഖുർആനും നമ്മളുടെ സിയാമും നമ്മളുടെ ഖിയാമും ഇതെല്ലാം മറ്റുള്ളവർ ചെയ്ത ഒരു തിന്മയെ കൊണ്ട് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. അവരുടെ തിന്മ അവർക്ക്, നമ്മളുടെ നന്മ നമ്മൾക്ക്. സോ ഹൃദയത്തിൽ നിന്ന് എപ്പോഴും ജലസി, അസൂയയും ഹേറ്റ്രഡ്, വിദ്വേഷവും നമ്മൾ എപ്പോഴും മാറ്റി നിർത്തുക എന്നുള്ളതാണ്. ഇത് ചെയ്യാൻ വേണ്ടി ഇനി നമ്മൾക്ക് ഇത് കൂടുതലായിട്ട് നമ്മൾക്ക് ഈ ഒരു മനസ്സിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് അള്ളാഹുവിന്റെ സൃഷ്ടികളെ സഹായിക്കുക. അള്ളാഹുവിന്റെ സൃഷ്ടികൾ, അത് മനുഷ്യന്മാരാകാം, അത് ഏതെങ്കിലും നിർധരരാകാം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു വാക്കുകൾ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുള്ളത് കേൾക്കലാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആനിമൽസ്, ഒരു മൃഗങ്ങളെ ആകാം, അല്ലെങ്കിൽ മരങ്ങളെ ആകാം, പ്രകൃതിയെ ആകാം. അള്ളാഹുവിന്റെ ഏതൊരു സൃഷ്ടി ഉണ്ടെങ്കിലും ആ സൃഷ്ടിയെ സഹായിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? കുറച്ച് സമയം കണ്ടെത്തുക. അതിലൂടെ നമ്മൾക്ക് ആത്മസംസ്കരണം കൈവരിക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അതായത് അത് ഞാൻ പറഞ്ഞില്ലേ, വെൽത്ത് കൊണ്ടുള്ള, അതായത് സാമ്പത്തിക സഹായമാകാം, അല്ലെങ്കിൽ ഒരു പള്ളി പണിയുക, കിണർ പണിയുക, അല്ലെങ്കിൽ ഒരു കുടുംബത്തെ സഹായിക്കുക, അങ്ങനെയാകാം, അല്ലെങ്കിൽ ഒരു പുഞ്ചിരി, അല്ലെങ്കിൽ ഒരു നല്ല വാക്ക്, ഒരു നല്ല നസീഹത്ത്, അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള സഹായങ്ങളാകാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ആകാം. അള്ളാഹുവിന്റെ ഏതെങ്കിലും സൃഷ്ടികളെ സഹായിക്കുക എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ശീലമാക്കുക. ഈ ശീലമാക്കുമ്പോഴും അല്ലെങ്കിൽ ഈ ഒരു നമ്മളുടെ സമ്പത്തിന് അതിന്റെ തസ്കിയ, അതായത് സക്കാത്ത് എന്നുള്ള ഒരു സംഭവം, അത് വെരി
അത് നമ്മൾക്ക് ബാധ്യസ്ഥത, അത് നമ്മൾക്ക് മേലുള്ളൊരു ബാധ്യതയാണത്. പക്ഷെ അതിനേക്കാൾ അപ്പുറം നമ്മൾ എന്ത് ചെയ്യുക? സദഖകൾ വർദ്ധിപ്പിക്കുക. സൂറ ബക്കറയിൽ നമ്മൾക്ക് റബ്ബ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ട് തന്നിട്ടുള്ള ഒരു സബഅ സനാബീലിന്റെ ആ ഒരു എക്സാമ്പിൾ എന്താണ്? ഒരു ധാന്യമണി നമ്മൾ ചെയ്യുന്ന ഒരു സദഖ എന്ന് പറയാൻ നേരത്ത്, അല്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്ന എന്തും ഒരു ധാന്യമണിയെ പോലെയാണ്. ആ ധാന്യമണി എങ്ങനെയാണ്? അത് കുഴിച്ചിട്ടാല് അതിൽ നിന്ന് 7 കതിരുകളാണ് ഉണ്ടാകുക. ആ ഓരോ കതിരുകളിലും 100 ധാന്യങ്ങളാണ് ഉണ്ടാകുക. അപ്പൊ മൊത്തത്തിൽ നമ്മൾക്ക് ഒരു ധാന്യമണി നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ നമ്മൾക്ക് കിട്ടാൻ പോകുന്നത് 700 ധാന്യമണികളാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒരിക്കലും റബ്ബിന്റെ മാർഗത്തിൽ നമ്മളുടെ വെൽത്ത്, നമ്മളുടെ സ്വത്ത്, നമ്മളുടെ ധനം ചിലവഴിക്കുന്നത് ഒരിക്കലും നമ്മൾക്ക് ഈ ദുനിയാവിലോ ആഖിറത്തിലോ അതൊരിക്കലും ഒരു നഷ്ടക്കച്ചവടമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴേ നമ്മൾക്ക് നമ്മളുടെ സ്വത്ത് ചെലവഴിക്കാൻ പറ്റുള്ളൂ. നമ്മൾ മരിക്കുന്നതോടുകൂടി, ചിലപ്പോൾ മരിക്കണമെന്നില്ല, നമ്മൾ ഒരു അസുഖം വന്നാൽ തന്നെ നമ്മളെന്തായി? നമ്മളുടെ സ്വത്തിന്റെ അവകാശികളല്ലാതായി. നമ്മൾക്ക് പിന്നീട് ആ സ്വത്തിൽ നിന്നൊന്നും ചെയ്യാനില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് വളരെ അധികം ബാങ്ക് ബാലൻസ് ഉള്ള ഞാൻ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ആയി നാളെ കോമയിൽ പോയാൽ പിന്നെ നാളെ അല്ലെങ്കിൽ വയസ്സാകുമ്പോൾ ഞാൻ അതൊക്കെ ചെയ്യാമെന്ന് ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും ഉപകാരപ്പെടില്ല. ബിക്കോസ് ഞാനത് ചെയ്തിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു ലൈഫിൽ, ഈ ഒരു മൊമെന്റിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ ധനം ഏറ്റവും നല്ല രീതിയിൽ ചിലവഴിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇബാദത്തും തഖ്വയും, നമ്മളുടെ ഓരോ ഇബാദത്തും, നമ്മളുടെ നമസ്കാരങ്ങൾ, നമ്മളുടെ സിയാമുകൾ, നമ്മളുടെ ഖിയാമുകൾ, നമ്മളുടെ സക്കാത്തുകൾ, നമ്മളുടെ ഹജ്ജ്, ഉംറ, അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അത് നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ചെയ്യുക. ഏറ്റവും നല്ല രീതിയിൽ ഏതൊരു ഇബാദത്ത് ചെയ്യാനുള്ള ഒരു 3 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു ഇതെല്ലാം കാണുന്നു, അള്ളാഹു ഇതെല്ലാം കേൾക്കുന്നു, അള്ളാഹു എൻ്റെ അടുത്ത് തന്നെയുണ്ട്. ഈ 3 കാര്യങ്ങൾ ചിന്തിച്ചാൽ തന്നെ നമ്മൾ ഒരിക്കലും എന്താ പറയാ തിന്മയിലേക്ക് പോവുകയില്ല. അതേപോലെ തന്നെ നമ്മൾക്ക് ഇബാദത്തുകൾ, നമ്മളുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ അള്ളാഹുവിന്റെ തൃപ്തി നേടിക്കൊണ്ട് നമ്മൾക്ക് ചെയ്യാൻ നമ്മൾക്ക് സാധിക്കും. ഇഹ്സാനിയത്തോടു കൂടി അല്ലെങ്കിൽ പോലും, അതായത് ഞാൻ അള്ളാന്റെ മുൻപിലാണ് ഇത് ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അള്ളാഹ് ഇത് കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ എല്ലാ ഇബാദത്തുകളും ചെയ്യാൻ പറ്റും. നമ്മളുടെ എല്ലാ ഇബാദത്തിലും ഏറ്റവും കൂടുതൽ തഖ്വയോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് ഏറ്റവും ഇഹ്സാനിയത്തോടു കൂടി ഇതെല്ലാം ചെയ്യാൻ പറ്റും. അള്ളാഹുവിന്റെ കോപത്തെ പേടിച്ചുകൊണ്ട് നാളെ അവന്റെ മുൻപിൽ ചെല്ലുമ്പോൾ ഏറ്റവും അവൻ എങ്ങനെയാണോ ആ റൂഹ് നമ്മളെ ഏൽപ്പിച്ചത് അതേ നിലയിൽ തന്നെ അത് തിരിച്ചേൽപ്പിക്കാൻ നമ്മൾക്ക് സാധിക്കും. നമ്മൾ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ സഹായം ചെയ്യുക, സഹായം തേടുക, ഇസ്തിഗ്ഫാർ ചെയ്യുക. അള്ളാഹുവിനെ എപ്പോഴും നമ്മൾ അദ്കാറുകളിൽ അവന്റെ ദിക്ർ നമ്മൾ വർദ്ധിപ്പിക്കുക. അവന്റെ സഹായവും അവന്റെ ഹിദായത്തും നമ്മൾക്ക് മേൽ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളുടെ ജീവിതത്തിൽ, നമ്മളുടെ സാഹചര്യങ്ങളിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി ചെയ്യുന്ന എല്ലാ തെറ്റുകളും റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കുകയും നമ്മളുടെ ഏടുകളിൽ നിന്ന് അത് ഇല്ലാതാക്കുകയും ഗഫൂറും അൽ ഗഫാറും അൽ അഫൂവും അത്തവ്വാബുമായ നമ്മളുടെ റബ്ബ് നമ്മളുടെ തെറ്റുകളൊക്കെ അതെല്ലാം മറക്കുകയും നമ്മളെ നാളെ വിചാരണ എളുപ്പമാക്കുകയും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മുടെ പ്രവാചകന്മാരെയും സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും സന്നിധിയിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ഈ ഒരു ജീവിതം അത് നിരന്തരമായി തസ്കിയത്തിന് വേണ്ടിയുള്ളതാണ്. നമ്മളുടെ എല്ലാ കർമ്മങ്ങളുടെയും അവസാന വാക്ക് എന്നുള്ളത് ആത്മശുദ്ധീകരണമാണ്. നമ്മളുടെ ഇന്നത്തെ ഒരു ക്ലാസ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഖുർആൻ ക്ലാസ്, നമ്മൾ നന്നായിട്ട് പാരായണം ചെയ്യേണ്ട ഒരു ഖുർആൻ, നമ്മളുടെ നമസ്കാരം, ഇതെല്ലാം നമ്മളുടെ തസ്കിയത്തിന് വേണ്ടിയാണ്, നമ്മളുടെ ആത്മപരിശുദ്ധിക്ക് വേണ്ടിയാണ്. അള്ളാഹുവിനെ കാണുമ്പോൾ നമ്മൾ പരിശുദ്ധമായിട്ടുള്ളവരെ,
ആയി എത്തിച്ചേരേണ്ടതുണ്ട്. അതിനു വേണ്ടിയാണ് നമ്മൾ നേരെ മറിച്ച് നമ്മൾ ഈ ഒരു ദുനിയാവിലെ നമ്മൾ ഏതൊരു ക്ലാസ് കേട്ടാലും എന്ത് കേട്ടാലും അവർ മറ്റുള്ളവരെ കുറിച്ചാണ് നമ്മൾ ആദ്യം ആലോചിക്കുന്നത്. ഇത് അവർക്ക് വേണ്ടിയാണ്, അവരിങ്ങനെയല്ലേ ഇവരിങ്ങനെയല്ലേ, അതിനേക്കാളൊക്കെ ഇത് എനിക്ക് വേണ്ടിയാണ് എന്നുള്ളൊരു ബോധത്തോടു കൂടി നമ്മൾ ജീവിക്കാൻ നമ്മൾക്ക് റബ്ബ് തൗഫീഖ് നൽകട്ടെ, ഹിദായത്ത് നൽകട്ടെ, ഹിക്മത്ത് നൽകട്ടെ. നമ്മളെ എത്രയൊക്കെ നല്ല ആൾക്കാരോടൊപ്പം ആണെങ്കിൽ പോലും നമ്മൾ സ്വയം നന്നായില്ലെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും അവരോടൊപ്പം എത്തിച്ചേരാൻ പറ്റില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമർ ഫാറൂഖിന്റെയും ഉസ്മാന്റെയും അലിന്റെയും സഅദിന്റെയും ഇബ്നു അബ്ബാസിന്റെയും എല്ലാവരുടെയും ഒപ്പം ഫസ്റ്റ് സഫിൽ നിന്ന് നമസ്കരിച്ച ഒരാളായിരുന്നു അബ്ദുല്ലാഹിബ്നു ഉബയ്യ് അൽ സുലൂല് എന്ന കപടവിശ്വാസികളുടെ നേതാവ്. സുബ്ഹാനല്ലാഹ്. അപ്പോ ഒരു നല്ല ആളുടെ ഒപ്പം ജീവിച്ച് അവരുടെ കർമ്മങ്ങൾ ഫോളോ ചെയ്തത് കൊണ്ട് നമ്മൾ എന്താവുകയില്ല, നമ്മൾ നന്നാവുകയില്ല. നമ്മൾ സ്വയം നന്നാക്കിയാൽ മാത്രമേ നമ്മൾ നന്നാവുകയുള്ളൂ എന്നൊരു ചെറിയ കാര്യം എന്നെ ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തി കൊണ്ട് ഞാൻ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. وأقول قولي هذا بارك الله لي ولكم أستغفر الله لي ولكم ولسائر المسلمين سبحان الله وبحمده أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. السلام عليكم ورحمة الله وبركاته.